എടാ ഞാൻ പ്രഗ്നന്റ് ആണ്. ഏപ്രിൽ മാങ്ങാത്തൊലി തമാശ പറയാൻ പറ്റിയ കാര്യമാണല്ലോ. നീന് വെറുതെ ടെൻഷൻ ആക്കല്ലേ. പീരിയഡ്സ് നേരത്തെ വന്നുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് പീരിയഡ്സ് വരുന്നില്ല. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ടെസ്റ്റ് എന്താണ്? അത് പ്രഗ്നൻസി ടെസ്റ്റ് ആണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഈ ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരത് അക്സെപ്റ്റഡ് ആയിരിക്കും. എന്നാൽ കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിയാണ് എങ്കിൽ അവരോടത് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രയാസമാണ്. പക്ഷെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കാം, അവർക്ക് പല പല റിലേഷൻസ് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ടെസ്റ്റ് പ്രഗ്നൻസി ടെസ്റ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ അത് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ബാക്കി ഹോർമോണിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, HB എന്തെങ്കിലും കുറവുണ്ടോ, അതുപോലെ ഒരു സ്കാൻ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും സിസ്റ്റ് പോലെയോ കുഴപ്പങ്ങളുണ്ടോ എന്നും നോക്കാം. ചിലപ്പോൾ പീരിയഡ്സ് കൃത്യമായിട്ട് വന്നിട്ട് പിന്നെ പീരിയഡ്സ് മിസ്സായതായിരിക്കാം, അല്ലെങ്കിൽ ഇറഗുലർ പീരിയഡ്സ് ആണ്, നെക്സ്റ്റ് പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്തിട്ടിരിക്കുന്നു എന്നിട്ടും ആകുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഹോസ്റ്റലിലേക്ക് മാറിയിട്ടുണ്ടാകാം. ഇങ്ങനെ സാഹചര്യം ഏതുമായിക്കോട്ടെ, നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനോട് ഇൻഹിബിഷൻ കാണിക്കേണ്ട കാര്യമില്ല. അത് ജസ്റ്റ് ഒന്ന് റൂൾ ഔട്ട് ചെയ്യുക.